മഹത്വം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിക്കാം. 29 സങ്കീർത്തനം അതിന്റെ 8 തിരുവെടുത്ത് ഒന്നുകൂടെ വായിക്കാം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേൻ. ഉത്തമം പുരുഷനെ കണ്ടേൻ. പുരുഷനെ കണ്ടേൻ. ഉത്തമം പുരുഷനെ കണ്ടേൻ. രണ്ട് നമ്മളാണോ? 3 പത്തിൽ സ്നാനം 3:30 വേല. 3 പത്തിൽ സ്നാനം 3:30 വേല. 3 പത്തിൽ സ്നാനം 3:30 വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാരിൽ പലതരം വേലകൾ ചെയ്തു താൻ. ഭൂതപിശാചിൻ തലയെ തകർത്ത പുരുഷനെ കണ്ടേൻ. ഉത്തമം പുരുഷനെ കണ്ടേൻ. പുരുഷനെ കണ്ടേൻ. ഉത്തമം പുരുഷനെ കണ്ടേൻ. അത് ഒപ്പിച്ച് വരുമ്പോൾ ഞാൻ പാട്ട് നിർത്തും. ഞാൻ പാട്ട് തുടങ്ങുമ്പോൾ പുള്ളി അത് തുടങ്ങും. അപ്പം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങ് ചുരുക്കുക. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം സഹായിക്കട്ടെ. എന്നാലും എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരണേ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കുഞ്ഞുമനിച്ചാൻ്റെ ദൈവം ശക്തീകരിക്കുന്നല്ലോ. വീണ്ടും ബലപ്പെടുത്തട്ടെ. അപ്പോൾ സംഭാഷണോട് ഞാൻ കാര്യമൊക്കെ വിളിച്ച് ചോദിച്ചു. ദൈവം ശക്തീകരിക്കട്ടെ. അദ്ദേഹവുമായിട്ട് ഏറെ വർഷത്തെ ആത്മീക ബന്ധമുണ്ട്. നല്ല ബന്ധങ്ങൾ. വിശേഷിച്ച് ഈ മുണ്ടക്കയത്തുള്ള അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ. എൻ്റെ സ്നേഹിതന് റെനി ഇവിടെ വേല ചെയ്തതാ. അദ്ദേഹത്തിൻ്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ചായിരുന്നു. അതൊരു നിശ്ചയവുമായിരുന്നു. അപ്പം ഞാനും ആ നിശ്ചയത്തിനുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. അതൊന്നും ഇപ്പം പറയുന്നില്ല. അത് എന്താന്ന് ചില നമ്മുടെ ആളുണ്ടല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം അങ്ങനെ ഈ മുണ്ടക്കയായിട്ട് ധാരാളം ആത്മീക ബന്ധമുണ്ട്. ഇവിടെ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളം സഭകളും വേർപെട്ട ദൈവമക്കളും ഈ ദേശത്ത് ഉണ്ട്. അവരെയെല്ലാം ദൈവം വീണ്ടും ആശീർവദിക്കട്ടെ. വീണ്ടും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം കൺവെൻഷനുകൾ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഈ ദിവസങ്ങളിൽ. ഇന്നലെ കൺവെൻഷൻ ഇന്നലെയും മിനിഞ്ഞാന്നും 6ാം ഇടയിലായിരുന്നു. അത് കഴിഞ്ഞ് വെളുപ്പിന് 2:30 വന്നത്. രാവിലെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യോഗം ഉണ്ടായിരുന്നു. വൈകിട്ടത്തെ യോഗം കഴിഞ്ഞു. അവിടെ ഒരു മുഖവര പറഞ്ഞേച്ചാ ഓടി എത്തിയത്. അല്പം വൈകിയതിൽ ക്ഷമിക്കണം. ദൈവം സഹായിക്കട്ടെ. കമ്പിവാചകം പോലെ ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. മോനെ മൈക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല തൃപ്തിയായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പരുവത്തിന് നിൽക്കണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. വളരെ പരിചിതമായ തിരുവെടുത്ത വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 66 പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തനം. സങ്കീർത്തനത്തെ തന്നെ 5 പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. അതില് ഈ സങ്കീർത്തനം ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ മകത്ത്. ഇപ്പൊ പുതിയ ഉപദേശക്കാര് പറയുന്നത് സങ്കീർത്തനമൊന്നും വായിക്കരുതെന്ന. വെളിവില്ലതാ. സങ്കീർത്തനമൊന്നും വായിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ ഇടയിലും ചില ആൾക്കാർക്ക് വെളിവുകേട് വന്നു തുടങ്ങി. ആരോ ഒരിക്കൽ ഒരുത്തൻ ചോദിച്ചെന്നാ പറയുന്നത്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാന്ന്? ഏതാ? പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ച് കുത്തിക്കെട്ടിയതാ. ഞാൻ പറഞ്ഞവരെ ഒന്നും കുത്തിക്കെട്ടാതിരിക്കട്ടെ. സ്തോത്രം. അറിവില്ലാത്ത കൊണ്ടായി വിളിച്ചു കൂവുന്നത്. വേറെ ഒരു വിഡ്ഢി പറഞ്ഞു അതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ. പഴയ നിയമമല്ല
കീറിക്കളഞ്ഞേക്കാൻ. ആരെയും കീറാതിരിക്കട്ടെ. അങ്ങനെ കീറുവെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ കീറാതിരിക്കട്ടെ. ഒരു കാര്യം വേർപെട്ട ദൈവമക്കളോട് പറയാം, കേൾക്കുന്നവരോട് പറയാം, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ വായിക്കാം. താല്പര്യവും കൃപയും തന്മയത്വവും അതിനുള്ള ദൈവകൃപയുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ഇതെല്ലാം തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. വേദ ചിന്തകന്മാർ പറയുന്നത് പോലെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കർത്താവാകുന്ന യേശുക്രിസ്തു. എതിലേ പോയാലും ഏത് വാക്യം എടുത്താലും എങ്ങോട്ട് കയറിയാൽ അതെല്ലാം ക്രിസ്തുവിൽ വന്നാണ് നിൽക്കുന്നത്. ദൈവദാസന്മാർ പറയുന്നത് കടമെടുത്ത് പറയുക, ശരീരത്തിന്റെ ഏത് ഭാഗം മുറിച്ചാലും ബ്ലഡ് വരും. സ്തോത്രം. അതുപോലെ ഈ വേദപുസ്തകത്തിലെ ഏത് അധ്യായം എടുത്താലും യേശുവിൽ വന്ന് കയറും. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശുവാണ്. അപ്പോൾ ഏത് ഭാഗവും പ്രസംഗിക്കാം, സങ്കീർത്തനവും പ്രസംഗിക്കാം. കർത്താവും എമ്മവസിലേക്ക് പോയപ്പോൾ തെളിയിച്ചു കൊടുത്തത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഒക്കെ തന്നെ പറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ഈ പുസ്തകം വന്നതാണ് നമ്മുടെ ഭാഗ്യം. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. ഒരു കാലത്ത് സ്തോത്രം യാതൊരു ഗതിയും ഗത്യന്തരമില്ലാതെ അലഞ്ഞു നടന്ന എന്നെയും നമ്മുടെ പിതാക്കന്മാരെയെല്ലാം മനുഷ്യരാക്കി തീർത്ത മാർഗമായി സുവിശേഷം. എവിടെ സുവിശേഷം ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്താ സുവിശേഷം? അതിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാരെല്ലാം അത് നന്നായിട്ട് പറഞ്ഞെന്നറിയാം. സ്തോത്രം. എങ്കിലും സുവിശേഷ യോഗം കൂടെ ആയതുകൊണ്ട് 2 വാക്ക് പറയണമല്ലോ. എന്താ സുവിശേഷം? മതം മാറ്റുന്നതല്ല. ആളിനെ കൂട്ടുകയോ ബഹളമോ ഒച്ചപ്പാടോ മെപ്രാളം ഒന്നും കാണിക്കുന്നതല്ല. ഓളിയം കൂട്ടി അലമുറയിടുന്നതുമല്ല. മതം മാറ്റുന്നതല്ല. തത്വസംഹിതകൾ പറയുന്നതല്ല. തത്വജ്ഞാനം അറിയിക്കുന്നതല്ല. അദ്വൈതം പറയുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശുക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷം എവിടെയും പറയാം, ആരോടും പറയാം. എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമുള്ളൂ. സ്തോത്രം. പ്രസംഗകരൊക്കെ പറയുന്നത് കടമെടുക്കുക. ഇതിന് നല്ല വാർത്ത എന്നാ? സദ്വർത്തമാനം, നല്ല വാർത്ത. ഇംഗ്ലീഷിൽ എന്തുവാ? ഗുഡ് ന്യൂസ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ കൺവെൻഷൻ അല്ലേ. പിന്നെ ഗുഡ് ന്യൂസ്. മോൾ എത്രയില്ല പഠിക്കുന്നേ? പിന്നെ നീ പഠിക്കുന്നുണ്ടോ? എത്രയില്ല? ഉറക്കെ പറ. 5. ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മോക്കറിയാമല്ലോ. ന്യൂസ് സ്പെല്ലിംഗ് പറ. ഉറക്കെ പറഞ്ഞു. ശരിയല്ലേ? മിടുക്കി. മോടെ പേരെന്നാ? ഹെപ്സീബ. വേദപുസ്തകത്തിലെ പേരാ. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചുങ്ങൾക്ക് പേരിടുമ്പോ ഇങ്ങനെയൊക്കെ ഇടണം. സ്തോത്രം. ആട്ടെ, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ന്യൂസ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നിങ്ങൾ പറഞ്ഞതാ. NEW. ഈ വാർത്ത എല്ലായിടത്തും അറിയിക്കണം. ന്യൂസ് ഏതാ? ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ന്യൂസ് NEWS എന്ന് പറഞ്ഞാൽ നോർത്തിൽ ഇത് അറിയിക്കണം, ഈ ഈസ്റ്റിലും ഇത് അറിയിക്കണം, വെസ്റ്റിലും ഇത് അറിയിക്കണം, സൗത്തിൽ എന്ന് പറഞ്ഞാൽ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും അറിയിക്കാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം മാത്രമാണ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം
മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും. ചേർന്ന് പാട്. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. ഞാന് ഇന്ന് പാട്ടെല്ലാം അങ്ങ് വെട്ടിച്ചുരുക്കുക, മൊത്തം പാടുകയല്ല, ഈരണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, കുഴപ്പം എൻ്റെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല വാർത്ത അത് സുവിശേഷമാണ്. എവിടെയും പറയാൻ കൊള്ളാവുന്ന വാർത്ത സുവിശേഷം. ഓടിച്ചു പറയാം, ഈ സുവിശേഷം വന്നതാണ് നമ്മുടെ മട്ടും സ്ഥിതി മാറിയത്. അതെ, എല്ലായിടത്തും പറയുന്നതാ, ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. എല്ലാം പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ പിന്നെയും ഗുണമാകുന്നില്ലല്ലോ. എല്ലായിടത്തും പറയുന്നതാ. ഒരു കാലത്ത് ഒരു 100 കൊല്ലം മുമ്പ് ഈ മുണ്ടക്കയത്തെ റോഡിൽ കൂടെ ആണെങ്കിലും മറ്റേത് പെരുവഴി കൂടെ ആണെങ്കിലും ആ സാധുവർഗക്കാർക്ക് അധകൃതരാകുന്ന താഴേക്കിടയിൽപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ വെള്ളത്തുണി ഒന്നും എടുത്തുകൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് റോഡിൽ കൂടെ നടക്കാൻ ഒക്കുകയില്ലായിരുന്നു. ഒക്കത്തില്ല. വെള്ളത്തുണി ഉണ്ടെങ്കിൽ കരി വാരി തേച്ചു വേണം കൊടുക്കാൻ, അല്ല ചെളി വാരി തേക്കണം. അതൊക്കെ അവരുടുക്കും, വേറെ ആർക്കത് സാധ്യമല്ല. അപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ, വീറും വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഇപ്പം യാത്ര ചെയ്യാനും വസ്ത്രം ധരിക്കാനും ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒരു സായിപ്പ് വണ്ടിയെ പോകുമ്പോൾ ഒരു കണ്ടത്തിൽ കാളയുടെ കൂടെ ഒരു മനുഷ്യനെ കൂടെ വെച്ച് പൂട്ടി വീഴുന്നു. ഇങ്ങേ വശത്തെ കാള, അപ്പുറം ഒരു മനുഷ്യൻ. സായിപ്പ് വണ്ടി നിർത്തി. അന്ന് സായിപ്പന്മാരുള്ള സമയമാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അന്ന് മിഷണറിമാര് സായിപ്പ് വണ്ടി നിർത്തി മാടോട് ചേർത്ത് മനുഷ്യനെയും വെച്ച് കണ്ട ഒഴുകുക. സായിപ്പ് വണ്ടി നിർത്തി വെച്ച് പറഞ്ഞ കന്നിൻ്റെ ഇപ്പുറം നിൽക്കുന്ന മനുഷ്യനെ ഇഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ മനുഷ്യനെ പിടിച്ച് കരയ്ക്ക് കയറ്റി സായിപ്പ് തൻ്റെ വണ്ടിയെ ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, എഴുത്തും വായനയും പഠിപ്പിച്ചു, സുവിശേഷം ചൊല്ലിക്കേൽപ്പിച്ചു. ആ മനുഷ്യൻ, എൻ്റെ ഭാഷ പറഞ്ഞ മനുഷ്യനായി തീർന്നു. സ്തോത്രം. അപ്പൊ പണ്ട് കാലത്ത് ഇതിനൊക്കെ ആ മനുഷ്യനെ ഉപയോഗിക്കുന്നത്. അടിമക്കച്ചവടമുള്ള കാലമല്ലേ. ആശാൻ അതുകൊണ്ടാണ് പണ്ട് പാടി, മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും. നമുക്ക് ഇതിലും നല്ലത് ഇതാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ ഇതാ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, പറ്റുമി കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. അപ്പോൾ ഉഴാനും നടാനും കൃഷിപ്പണി ചെയ്യാനും കന്നുകാലിയെ പോലെ മനുഷ്യനെ ഉപയോഗിച്ച കാലമുണ്ട്. ആ കാലത്ത് നിന്ന് മാറ്റം വരുത്തി മാന്യമായിട്ട് ജീവിക്കുവാനും അന്തസ്സായിട്ട് അവൻ ദൈവത്തെ ഭജിക്കുവാനും എൻ്റെ ഭാഷ പറഞ്ഞ വഴി കൂടെ നടക്കാനൊക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതിനൊന്നും ഇങ്ങനല്ല ഹല്ലേലൂയ പറയേണ്ടത്. എന്നാൽ ഈ 8 മണി കഴിഞ്ഞപ്പോൾ ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. മതി മതി മതി. സ്തോത്രം. അകത്തിന്ന് വരണം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പണ്ട് വെള്ളത്തുണി ഉടുക്കാൻ ഒക്കത്തില്ല. എന്നോടൊരുത്തവൻ ചോദിച്ചു, എന്തിനാ ഇതിന് വീണ്ടും തുണി? ഞാൻ പറഞ്ഞടാ, എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെ തുണി ഉടുക്കാൻ ഒക്കുകയില്ലായിരുന്നു, അതിൻ്റെ എല്ലാം കൂടെ തീർത്താ ഞാൻ. പിന്നെ ഇത് 3 3 6 2 8 8 9 മീറ്റർ തുണിയുണ്ടെന്ന്. മോന് മനസ്സിലായി ഞാൻ പറഞ്ഞേ? യേശുവിനെ രക്ഷിക്കപ്പെട്ടതാണോ? യേശുവിനെ അറിഞ്ഞോണം. മോൻ രക്ഷിക്കപ്പെട്ടതാണോ? ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി യേശുവിനെ അറിഞ്ഞോണം. ഇതെല്ലാം ചെയ്തേച്ച് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോണേ. യേശു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്.
പണ്ട് കാലത്ത് ആശുപത്രി കയറ്റുകയല്ല, ഇതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്നതാ. ഈ കൊല്ലം ഇങ്ങോട്ട് ആദ്യം വന്നുകൊണ്ടാണ് ഇതൊന്നുകൂടെ അങ്ങ് പറയുന്നത്. ആശുപത്രി ചെന്നാലേ ഡോക്ടർമാരുടെ ഇടയ്ക്ക് ഇരുന്ന് പരിശോധിക്കത്തില്ല, അയിത്തമല്ലേ. അങ്ങ് ദൂരെ മാറി നിൽക്കണം, വല്ല മരത്തിൻ്റെ ചോട്ടില്. മറ്റവരിലൊക്കെ അവർ പരിശോധിക്കും, അവരത് നന്നായിട്ട് അങ്ങ് പരിശോധിക്കും. പാവത്തുങ്ങൾ ചെന്നൊന്നും അടുത്ത് വരത്തില്ല, അയിത്തമുള്ളതാ, ദൂരെ മാറി നിൽക്കണം. പിന്നെ അവർക്ക് കിട്ടുന്ന മരുന്നുമല്ല ഇവർ വേറെ വഴി കൂടെ വിൽക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഒരു അച്ചായനൊരു പാട്ടെഴുതി ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട്. പാട്ടിങ്ങനെ: നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർക്കെടുത്തിടുന്നു. അപ്പം പാവത്തുങ്ങൾക്ക് കിട്ടുന്ന മരുന്നാ, അത് അവന്മാർ വേറെ വിൽക്കും. വിറ്റേച്ച് ഇതുങ്ങൾക്ക് അല്ല വെള്ളം കലക്കി വെച്ചിരിക്കുക. അമ്മമാർ 10 കുടം കുപ്പിയായിട്ടായിരുന്നു, കുപ്പിക്കകത്ത് നിറച്ചങ്ങ് കൊടുക്കുക. അത് അവിടെ മുതൽ തള്ള കുടിക്കുക. ചിലതൊക്കെ രക്ഷപ്പെടും. അപ്പം നല്ല മരുന്നല്ല ഇവർ വേറെ വഴി കൂടെ വിൽക്കും. അത് കണ്ടോണ്ട് സുശീലൻ ഭാഗവതർ എഴുതിയതാ ചിങ്ങവനത്തെ, നമ്മുടെ ഒരു അപ്പച്ചനാ. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർക്കെടുത്തിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്കെന്തു ഗതി, വെറും ആകുലം തീർപ്പാൻ എന്തു വഴി. പിന്നെ വേറെ വരിയുണ്ട്, അതെല്ലാം പാടിയ അടിയുടെ പൂരമായിരിക്കും. പിന്നെ അവരുടെ പരിശോധനയുടെ വിധ: കെട്ടുപ്രായം തികയാത്ത തരുണിമാൾ വന്നിടുമ്പോൾ ഒട്ടുമടി എഴുന്നേക്കൽ പരിശോധിക്കും. അതാ. അപ്പം പറഞ്ഞ മനസ്സിലായോ? മരുന്ന് കൊടുക്കുകയല്ല, പരിശോധിക്കത്തില്ല, അടുത്ത് ചെല്ലാനൊക്കത്തില്ല, അയുത്തം. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നു, വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ ഒരു പെണ്ണിനെ ഇരുത്തിയെന്ന് പറഞ്ഞ് തീ വെച്ചു പള്ളിക്കൂടത്തിന്. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാ, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പള്ളിക്കൂടത്തിന് തീ വെച്ചു. കുമ്പനാട് അടുത്ത പുല്ലാട് വലിയ ഉണർവ് നടന്ന സ്ഥലമാണ്, പൂവത്തൂർ ഉണർവ്. പാസ്റ്റർ പി എം ഫിലിപ്പിന്റെ പിതാവ് പൊടിമലമത്താച്ചന്റെ കാലത്ത് വലിയ ഉണർവ് നടന്ന സ്ഥലമാണ് പുല്ലാട്, പൂവത്തൂര്. അതിനടുത്ത് ആ പുല്ലാട്. ആ പുല്ലാട് സ്കൂളിൽ ഒരു പയ്യനെ കൊണ്ട് സ്കൂളിലിരുത്തി. ആ പള്ളിക്കൂടത്തിനും തീ വെച്ചു. കാരണം അങ്ങനെയുള്ളവർ പഠിക്കാൻ ഒക്കത്തില്ല. പയ്യൻ പഠിച്ചു മിടുക്കനായി, പിന്നെ ശാസ്ത്രി പട്ടമൊക്കെ കിട്ടി, അത് വേറൊരു വിഷയം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അന്തസ്സായിട്ട് ഇടപെടാനും ജീവിക്കാനും ഒക്കെ ഇടയാക്കി തീർത്തത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, ഏത് സ്ഥലത്തും ഇവിടെ ഉയർത്തിക്കോണം സുവിശേഷം. ആരോടും പറഞ്ഞോണം സുവിശേഷം. പറയാൻ കൊള്ളാമെന്ന് തോന്നിയുള്ളൂ സുവിശേഷം. ഇതിനെ തകർത്ത് കളയുവാൻ അനേകര് കച്ചകെട്ടി രംഗത്ത് വന്ന് കച്ചകെടിഞ്ഞ് അവർക്ക് കുഴപ്പം വന്നതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, വരത്തുമില്ല. കാരണം ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഉയർത്ത മാർഗമാ. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും രക്ഷപ്പെടുകയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ആ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. അതാണ് സുവിശേഷം. അതെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുകയാണ്. ദൈവത്തിന്റെ മകത എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. 29-ാം സങ്കീർത്തന 8-ാം വാക്യം: യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ ആ കാദേശ് മരുവിനെ നടുക്കുന്നു. അപ്പൊ ഞാൻ ഓർപ്പിച്ചു, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ സങ്കീർത്തനം വായിക്കണ്ട, മിണ്ടരുതെന്നൊക്കെയാ പറയുന്നത്. സങ്കീർത്തനം വായിക്കണം. ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ടല്ലോ, ഇല്ലേ? ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ്. അതാ ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. വിവാഹം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും കഴിക്കാനുള്ളവർക്കല്ല അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, അപ്പൊ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഇങ്ങോട്ട് ഇരിപ്പ് കണ്ടിട്ട് ഈ ഏരിയയിൽ എങ്ങും കല്യാണമേ നടന്നില്ലെന്നാ ഒക്കെ വായിക്കുന്നതാ 45-ാം സങ്കീർത്തനം. അതുപോലൊരു ശവസംസ്കാരം നടക്കുമ്പോൾ ദൈവദാസന്മാർ 90-ാം സങ്കീർത്തനം വായിക്കും. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ചപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പടയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രത്യാശയ്ക്ക് ഉതകുന്ന വാക്യങ്ങൾ പറഞ്ഞ് ശുശ്രൂഷിക്കുന്നത് ആ ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും വർദ്ധിക്കും.
ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് നമ്മൾ സങ്കീർത്തനം വായിക്കും, ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. എല്ലാം എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. അങ്ങനെ ഒട്ടുമിക്ക ശുശ്രൂഷകൾക്കും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് രാത്രി 29-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ശ്രദ്ധിക്കുക, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഞാൻ ഈ ഭാഗം പല സന്ദർഭങ്ങളിൽ ആമേൻ സംസാരിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ഭാഗമാ. ഇന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ ഇതിന് സംസാരിക്കാൻ ഒരു ഉൾപ്രേരണ ലഭിച്ചത് കൊണ്ടാണ് ഈ വാക്യം വായിച്ചത്. അവൻ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ശ്രദ്ധിക്കുക, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങൾ ദൈവമക്കൾക്ക് മനപ്പാടവുമാണ്. വിശേഷിച്ച് ഇതുപോലെ കൺവെൻഷൻ വേദികളിലൊക്കെ നടത്തിപ്പുകാര് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് സമയം കൊടുക്കും. അപ്പോൾ അതിൻ്റെ പരിജ്ഞാനത്തോടെ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ മിക്കവരും ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിക്കും. ചിലക്ക് പിന്നെ നിർത്താൻ അറിയാൻ മേല. അപ്പൊ പിന്നെ നടത്തിപ്പുകാരൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് നിർത്താനാ. എന്നാൽ ചിലര് സന്ദർഭോചിതമായിട്ട് ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, കാലാവസ്ഥ അനുകൂലമാക്കി മൈക്ക് ലൈറ്റ് സൗണ്ട് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നു, മേലും അങ്ങനെ ചെയ്യണം, നിന്റെ ജനത്തെ കടാക്ഷിക്കണം, വടക്കിനോട് ധരിക്കാന്ന് തെക്കിനോട് തടുത്തു വെക്കണം അരുളി ചെയ്തു. ഇന്ന് രാത്രി നിന്റെ മഹത്വം വെളിപ്പെടുത്തണം, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരുഭൂമിയെ നടക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്നൊക്കെ പരിജ്ഞാനത്തോടെ, പക്വതയോടെ, വിവേകത്തോടെ, തന്മയത്വത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ വാക്യം മനപ്പാഠമാണ്. നമ്മൾ വായിച്ചത് ആമേൻ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, എന്താ ഈ കാദേശ് മരുഭൂമിയെ നടുക്കാൻ കാരണം? ശ്രദ്ധിക്കുക, കാദേശ് എന്ന വാക്കിന് ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവത്തിന് വിശുദ്ധം, ദൈവം വിശുദ്ധം എന്ന് എണ്ണിയ സ്ഥലം, അതാണ് കാദേശ്. യഹോവയ്ക്ക് വിശുദ്ധം അല്ലെങ്കിൽ ദൈവത്തിന് വിശുദ്ധം, വിശുദ്ധമായ സ്ഥലം. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. വാക്യം ഒന്ന് വായിച്ചാട്ടെ കർത്തൃദാസനെ. ഉൽപ്പത്തി 14:6. ഏമ്യരെയും സയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തി വന്നെന്ന. വായിച്ചു. പിന്നെ അവൻ രഥം കെട്ടിച്ചു. പിന്നെ അവൻ 14:6 അത് പുറപ്പാടായിരിക്കും രഥം കെട്ടിച്ചത്. വേറെ പുസ്തകത്തിൽ നിന്നാണല്ലോ, കുഴപ്പമില്ല. വായിച്ചു. സേയീർ മലയിലെ ഹോരിയെയും മരുഭൂമിക്ക് സമീപമുള്ള എൽപാരൻ വരെയും ഇവിടെ ഇരുട്ടാ ഇത്ര പിടിക്കാത്തത് വരെ തോൽപ്പിച്ചു. നമുക്ക് ഞാൻ തോൽപ്പിച്ചോളാം, ഇനി വായിക്കാം. അപ്പോ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാ. ഏമ്യരെയും സയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കുറുവാക്യം കാദേശ് നടുങ്ങിയെന്ന. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന്, അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ സ്ഥലം. കാരണം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു യുദ്ധങ്ങളുടെ അധ്യായമാണ്. അമ്രാബേൽ, അരിയോക്ക്, കെദർലാജുമോർ, ചീതാൻ ആദിയായ ബാബിലോണ് ചായ്വുള്ള 4 പേരും, ബേരാം, ബിർഷ, ശിനാബ്, സോബർ ആദിയായ സോതോമിയ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളകിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ, പെൺകുട്ടികൾ, സമ്പത്ത് തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം മമ്മറയുടെ തോപ്പില്ല, വിസ്തരിക്കാൻ നേരമില്ല. അബ്രഹാമിന് ആത്മഭാരമുണ്ടായി, മനോവേദനയുണ്ടായി. സഹോദരപുത്രന് കഷ്ടം വന്നപ്പം ഞാനോ നിങ്ങളോ ആരെന്നപ്പോൾ അവൻ ഓടക്കൊടക്കൊട്ടോ എന്നോട് ചെയ്തതിൻ്റെ സ്തോത്രം. നമ്മളാന്ന് അതല്ലല്ലോ പറയുന്നേ, സ്തോത്രം. അവൻ അങ്ങനെ തന്നെ
വരണം. അവനെ എന്നോട് ചെയ്ത അതിവ് നിങ്ങൾക്ക് അറിയത്തില്ല. അറിയോ, അപ്പനില്ലാതെ അവിടെ അനാഥത്വം പേറി നഖവും കടിച്ച് മൂക്കട്ട ഒലിപ്പിച്ചിരുന്നപ്പോൾ ഞാൻ അവനെ ശൂശായിട്ട് വിലക്ക് നമ്മൾ പറയുന്നൊന്നും പൊതുവിൽ പറയാനൊക്കത്തില്ല. അവൻ അവസാനം ഞാനെടാ ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണും മുമ്പ് വെച്ചാ ഈ സ്ഥലമല്ല ഇപ്പം എന്നെ ആയി. നമ്മളന്ന് പിന്നെ പറയുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ അബ്രഹാം ആത്മീയനാണ്. തന്റെ സഹോദരപുത്രൻ കഷ്ടത്തിലായെന്ന് കേട്ടപ്പോൾ ആത്മഭാരത്തോടെ എഴുന്നേറ്റു. വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസി. ഞാനിങ്ങനെ അങ്ങ് പറയാ, വീണ്ടും ജനിച്ച 318. അതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. ഗുണം പിടിക്കാത്തവനെ എല്ലാം കൂടെ യുദ്ധത്തിന് പോയ അവസാനം വ്യായി നിന്നെ എടുത്ത് ഇണ്ടനടിക്കും. പിന്നെ അവസാനം തിരിച്ചു വരുമ്പോൾ സ്കേവയുടെ പിള്ളേർ പോയതുപോലെ ഇട്ട ജിബ്ബ പോലും കാണുകയല്ല. ഗുണം പിടിക്കാത്തവനുമായിട്ട് ഭൂതത്തെ ഇറക്കാൻ പോയ അവസാനം ഭൂതം നമ്മളെ ഇറക്കുകയും ചെയ്യും. ഒത്തേ നിന്നെ പണ്ട് ഞങ്ങളുടെ കല്ലാത്ത അച്ചായൻ പറഞ്ഞ മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന്. ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. മമ്രെ, ആനയർ, എഷ്കോൽ തന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഇവരെ കൂട്ടി 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേര്. വേറെ പുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാ. അന്ന് രാത്രി അബ്രഹാം കണക്കൊപ്പിച്ച് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. സോലോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അമ്പയെ പരാജയപ്പെടുത്തി ഇഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പൊ ഇവരെ നിഗ്രഹിച്ച സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ പറയാം, ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. അല്ല, വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ ശിക്ഷ പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിന് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഭാഷ അജ്ഞാനകാലം, പണ്ടത്തെ കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയകാലം, ഇങ്ങനെയുള്ള പദങ്ങളാ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അറിയായ്മയുടെ കാലം. ദൈവത്തിന്റെ മകത്ത് ചേർന്ന് പാട്. അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ അന്നേ മരിച്ചു. ഒന്ന് പാട്. തന്നു നിൻ കൃപദാന ഇന്നും ഓ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇടയ്ക്ക് അറിയാവുന്ന പാട്ട് പാടുമ്പോൾ ഒന്ന് സഹായിക്കണേ. അയാൾ തന്നെ കിടന്ന് കുഴയട്ടെന്ന് ചിന്തിക്കരുത്. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അജ്ഞാനകാലം, പണ്ടത്തെ കാലം, അതാണ് ഏൽ മിഷ്പാത്ത്, ന്യായവതിയുടെ സ്ഥലം. അപ്പൊ ഒരു കാലത്ത് പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് നിരാശകളുടെ അടിത്തട്ടിൽ അവൻ മരണഭീതികൾ, ചിത്തപ്രമങ്ങൾ, ആകുലചിന്തകൾ, മാറാരോഗങ്ങൾ, തീരാവ്യാധി, മദ്യപാനം, വെറിക്കൂത്ത്, പുകവലി, ലഹരി പദാർത്ഥം, ആർക്കും നമ്മളെ രക്ഷിക്കുവാൻ കഴിവില്ലാതെ ആത്മഹത്യയുടെ വക്ക് വരെ കണ്ടവരുണ്ട്, കയറെടുത്തവരുണ്ട്, വിഷമെടുത്തവരുണ്ട്. ഇവിടെ റെയിൽവേ പാളം ഇല്ലെങ്കിൽ ഉള്ളെടുത്ത് പോയി അവൻ പാളത്തെ തലവെക്കാൻ ചിന്തിച്ചവരുണ്ട്, നാട് വിടാൻ ഒരുങ്ങിയവരുണ്ട്, കുടുംബം നശിച്ചെന്ന് ചിന്തിച്ചവരുണ്ട്. എന്നാൽ ആ കാലത്തിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. കാൽവറിയിലെ സ്നേഹം നിന്നെ തേടിയെത്തി. അവൻ കാൽവറിയിലെ മഹാസ്നേഹം നിന്നെ തേടിയെത്തി. നിന്റെ അധപ്പതനം മാറ്റി, അന്ധകാരം മാറ്റി, കെടുമതികൾ മാറ്റി, ക്ലേശങ്ങൾ മാറ്റി, അവൻ സകല ക്ലേശങ്ങളും നീക്കി ദൈവം നിന്നെ രക്ഷിച്ചു. സങ്കീർത്തനകാരൻ പറയാൻ നാശകരമായ കൂടിയിൽ നിന്നും കുഴഞ്ഞ ജയത്തിൽ നിന്നും അവിടെ നിന്ന് കരകയറ്റി. മാത്രമാണോ എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. നേരത്തെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയവരാ. എങ്ങോട്ട് പോകണം, എവിടെ പോകണം, ഒന്നും. അതുകൊണ്ട് തന്നെ എവിടെല്ലാം നമ്മൾ പോയി, ഗതിയില്ലാതെ എവിടെല്ലാം. ആരാണ്ട് പറഞ്ഞു ഉരുണ്ടാ മതി തങ്കമ്മയെന്ന്. ഉരുണ്ടുരുണ്ട് തങ്കയുടെ ഊപ്പാട് വന്ന് അന്നേരം പറഞ്ഞ് ചെരുപ്പിടാതങ്ങ് നടക്കാൻ. ഈ ടാറിന്റെ പുറത്തൂടെ ചെരുപ്പിട്ടാ നടന്ന ഇന്നാളാണ് നടക്കുന്ന കണ്ട് കാലല്ല ചുറ്റി. എന്നിട്ട് വയ്യ, പുള്ളിക്ക് വയ്യ, പുള്ളിയും പോവുക.
വയ്യെന്ന് കുറ്റമല്ല, എങ്ങനെയും രക്ഷപ്പെടാനാ. അന്നേരം പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് തിരുമുൽക്കാഴ്ച വെച്ചാൽ മതി, രക്ഷപ്പെടും. യെരമ്യാ പറഞ്ഞത് ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഗുണവും വന്നില്ലെന്ന്. ഒരു ഗുണവും വന്നില്ല. പ്രവാചകൻ പറഞ്ഞ സകല മുഖവും വിളറിയിരിക്കുന്നെന്ന്. ഈ ചെയ്തെല്ലാം ചെയ്തിട്ടും ഈ കാട്ടായമെല്ലാം കാണിച്ചിട്ട് ആരാണ്ട് പറഞ്ഞ് കുളത്തിൽ ചാടിയാൽ മതി. ഓടിച്ചെന്ന് കുളത്തിൽ ചാടി. ഏത് കുളമാണെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഒത്തൊന്നെടുത്ത് ചാടി. അവസാനം പനി വന്ന് 2 ആഴ്ച കിടപ്പുമായി. ഗുണം വരുന്നില്ലല്ലോ. നമ്മളും എവിടെല്ലാം പോയി, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രവർത്തിച്ചു. അവസാനം നിരാശയുടെ അടിത്തട്ടിലല്ലേ കിടന്നത്. ആ സന്ദർഭത്തിൽ ആ കാൽവറിയിലെ സ്നേഹം തേടിയെത്തി. യേശു നിന്റെ ഉള്ളത്തിൽ വന്നു, നിന്റെ അരാജകത്വം മാറ്റി, നിന്റെ പരാജയങ്ങൾ നീക്കി. അവൻ നിന്റെ കരുത്തിന് പിടിച്ചു. നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി അവൻ സ്തോത്ര ഗമനത്തെ സ്ഥിരമാക്കി. പോരാ, പാറമേൽ നിർത്തി. മാത്രമാണോ വായിൽ പുതിയ പാട്ടും തന്നു. അത് നമ്മുടെ ദൈവത്തിന് സ്തുതിയാ. അപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവം പ്രാപിച്ച ദൈവമക്കളെ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ ഏൽ മിഷ്പാത്ത് വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. ആ ന്യായവതിയുടെ സ്ഥലത്തെയാണ് ദൈവം വിശുദ്ധീകരിച്ചത്. അതാണ് കാദേശ് എന്ന് പറഞ്ഞാൽ ന്യായവതിക്കർഹനായി പോയ നമ്മെ രക്ഷിച്ച് വിശുദ്ധരാക്കി തീർത്തു, ദൈവമക്കളാക്കി തീർത്തു. യോഹന്നാൻ അതുകൊണ്ടാണ് പറഞ്ഞ കാൺമീൻ നാം ദൈവമക്കൾ. അങ്ങനെ തന്നെയാ, സംശയിക്കുമൊന്നും വേണ്ട. സ്തോത്രം, സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമൻ തന്റെ മഹത്വത്താലും പത്രോസ് പറയാം മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. പൗലോസ് എഫേസ്യലേഖനത്തിൽ പറഞ്ഞത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തെരഞ്ഞെടുത്ത ദീർഘത്തിന്റെ പ്രസാരപ്രകാരം. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, നീതീകരണം, മുൻനിയമനം, അവകാശം, നൽവരം, ആചാരം, മുദ്ര, അനുഗ്രഹം ഇതെല്ലാം തന്ന് 2-ാം അധ്യായത്തിൽ പറയാ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയെന്ന്. നമ്മളെ ഇരുത്തിയിരിക്കുന്ന എവിടാ? സ്വർഗത്തില്ല. കണ്ടാലൊന്നും തോന്നുക, എന്നാലും വന്നിരിക്കുന്നല്ലോ ഈ സന്ധ്യയ്ക്ക്, വലിയ കാര്യം. പക്ഷെ വേദപുസ്തകത്തിന്റെ പ്രമാണം നമ്മൾ എവിടെ ഇരിക്കുന്നേ? ഭാഷ ഇതുപോലൊരു ചതിവ് സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ന്യായവതിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക ഈ അങ്ങനെ വിശുദ്ധമാക്കി തീർത്ത കാദേശ് നടുങ്ങി. എന്തുകൊണ്ടായി കാദേശ് നടുങ്ങാൻ കാര്യം? ശ്രദ്ധിക്കുക. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലം. വായിച്ച് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ വായിച്ച് സഹായിക്കണം. ആവർത്തനം 2-ന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദത്തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറയുന്നത് പുറപ്പെട്ടത് മുതൽ സേരേദത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയവർ മുടിഞ്ഞു തീരുന്നത് വരെ അവരെ നശിപ്പിക്കുവാൻ യഹോവയുടെ കൈ അവർക്ക് പാളയത്തിൽ വിരോധമായെന്ന. ഒന്ന് വായിച്ചോ. പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറകളൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായി കാദേശ്. ഇവിടെ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ. ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് എനിക്ക് അന്നേരം ഒന്ന് ശ്വാസം വിടുകയോ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ഭാഗ്യവും കൂടെ വരട്ടെ. കാരണം ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും നിങ്ങളിപ്പോൾ പറയാം ഞങ്ങൾക്കുള്ള ഭാഗ്യമൊക്കെ മതി, പുതിയ ഭാഗ്യമൊന്നും അല്ല. ഈ സെൻട്രൽ കൺവെൻഷൻ ഇച്ചിരി ഭാഗ്യം വരട്ടെ. സ്തോത്രം.
അപ്പോൾ ഇവിടെ ആവർത്തനം 2:13 മുതൽ പറയുക, ഇപ്പോൾ എഴുന്നേറ്റ് സേരത്തോട്ട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞ പുറപ്പെട്ടത് മുതൽ സേരത്തോട്ട് കടക്കം വരെയുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ 38 കൊല്ലത്തിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന്. അത് പറയാൻ പേടിയാ, പക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് പറയാതിരിക്കാൻ ഒക്കത്തില്ല. 2 പ്രാവശ്യം മുടിഞ്ഞെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം സത്യം ചെയ്തതുപോലെ പ്രാണികൾക്ക് നിന്ന് മുടിഞ്ഞെന്ന. ശ്രദ്ധിക്കണേ, ഓർപ്പിച്ചല്ലോ, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാണ് കാദേശം. നമുക്കറിയാം, കനാൻ ദേശം ഉലകത്തിലെ ഏറ്റവും നമ്പർ 1 സ്ഥലമാണ്. ഏതൻ പർദീസ കഴിഞ്ഞാൽ, ഏതൻ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ് ഈ കനാൻ നാട്. കനാൻ നാടിന് പല പേരുകളാണ്. നിങ്ങൾക്കറിയാം, കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാട്, മനോഹര ദേശം, ഇങ്ങനെ പല പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ വരാൻ പല കാര്യങ്ങളുണ്ട്. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം, കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാകിയാൽ ഇതിന് കനാൻ നാടെന്ന് പേര് വന്ന കനാന്യരുണ്ടല്ലോ. പലസ്തീൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ തീരത്തെ കടലും മലയും കൂടാ. അവിടെ പെലിസ്തീർ ധാരാളമുണ്ട്. അതുകൊണ്ട് പെലിസ്തീർ ഉള്ളത് കൊണ്ടാണ് പിന്നെ റോമറുടെ കാലം വന്നപ്പോൾ ലോപിച്ച് പേരിട്ടത് പലസ്തീൻ. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടുകയല്ലേ, ഇല്ലേ? ബേച്ചന്റെ സഭ, മേരിമാമ്മയുടെ സഭ, ചിന്നയുടെ സഭ, മിണ്ടുന്നില്ല. കുഞ്ഞോനിച്ചാന്റെ സഭ, നമ്മുടെ കുഞ്ഞോനിച്ചാനല്ല. ഞാനൊരാൾ ചോദിച്ചു, ഏത് സഭയില? ഞങ്ങൾ കുഞ്ഞോനിച്ചാന്റെ സഭയിലാന്ന് പറഞ്ഞു. വേറൊരു പുള്ളിയോട് ചോദിച്ചു, അമ്മാമ്മ എവിടെ? ഞങ്ങൾ കുഞ്ഞോളമ്മാമ്മയുടെ സഭയിലാണ് പോകുന്നത്, കോവൂര്. മറ്റേത് കല്ലുമല. ആ, കല്ലുമല കുഞ്ഞോനിച്ചാന്റെ സഭയും കോവൂര് ആട്ടെ സഭ കർത്താവിൻ്റെയാണ്. വളരെ സ്പഷ്ടമായിട്ട് യേശു തന്നെ ഡയറക്റ്റ് പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. കുഞ്ഞോടെയൊന്നും അല്ല സഭ. കുഞ്ഞോളിരുന്ന് കുണുങ്ങുകയും ചെയ്യരുത്, എൻ്റെ സഭയാണെന്നും പറഞ്ഞു. സഭ കർത്താവിൻ്റെയാണ്. എന്നോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, എവിടാ വീട്, പേരെന്നാ? ഞാൻ പറഞ്ഞ പേര് അനീഷെന്ന്. എവിടാ വീട്? ഞാൻ പറഞ്ഞ കാവാലത്താ. ലീലാമ്മയുടെ സഭയിലാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ലീലാമ്മ എപ്പോഴാണ് രക്തം ഊറ്റിയേ? കാരണം പുസ്തകത്തിലെ വാക്യം സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പൊ സഭയ്ക്ക് വേണ്ടി രക്തം ഊറ്റിയത് യേശുവാണ്. ചിന്തിയല്ലോ സ്വന്ത രക്തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്ത രക്തം എനിക്കായി, ചന്തം ചിന്തും തിരുമേനി എൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനി എൻ ആയി, സ്വന്തമായ എല്ലാത്തെ ഈ ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഓർത്തു, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ കൃപയേ 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 കൃപയേ, ചിന്തിയല്ലോ സ്വന്തം രക്തം എനിക്കായി, ചിന്തിയല്ലോ സ്വന്തം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. സഭയ്ക്ക് വേണ്ടി രക്തമൂറ്റിയവൻ യേശുവാ. അവിടുത്തെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം. അപ്പൊ സഭ കർത്താവിന്റെ ആട്ടെ. എന്നാൽ ഈ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പേരുകളുള്ള അവിടെ സഭയെ കൂടുന്നത് കൊണ്ട് അവരുടെ പേര് പറഞ്ഞ് ഈ സഭയുടെ പേര് പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ കനാൻ നാട്, പലസ്തീൻ, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, അതിനെ എല്ലാം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. എല്ലാം കൊണ്ട് നല്ല സുന്ദര സുരബലമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. 4 അതിരുകളാ. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ 4 അതിരുകളാണ്. അതൊക്കെ പുസ്തകത്തിൽ വാക്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. എല്ലാം കൊണ്ടും നല്ല സ്ഥലം.
എന്തുവാ ഈ കനാന്റെ പ്രത്യേകത? ഒരു വാക്യം വായിച്ചോ, ഒത്തിരി വാക്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വായിക്കണം. 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് വാക്യം വായിക്കേണ്ടതുണ്ട്. 106-ാം സങ്കീർത്തനം 23 വായിക്കേണ്ടതുണ്ട്. പിന്നെ പുറപ്പാട് പുസ്തകം 3-7 വായിക്കേണ്ടതുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കണം. പക്ഷെ അതെല്ലാം വായിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഒരു വാക്യം ഇപ്പം വായിച്ചോ, എല്ലാം വായിച്ചാൽ നമുക്കിന്ന് പോയി പറ്റുണ്ടാകുകയല്ല. അതുകൊണ്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം വായിച്ചു. കനാൻ നാടിന്റെ പ്രത്യേകത. ആവർത്തനം 8-7. ദൈവദാസം വായിച്ചു തന്നാട്ടെ. ആവർത്തനം 8-7 മുതൽ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകും. അപ്പൊ ഇസ്രായേലിനോട് പറയുക ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം എന്ന് കേൾക്കുമ്പോഴേ അറിയാം പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അതിനായി പുസ്തകത്തിന് ആവർത്തനമെന്ന് ഇട്ടിരിക്കുന്നത്. ആവർത്തനം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമല്ല, പഴയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. അതെന്തിനാ ഓർപ്പിക്കുന്നത്? മറക്കും. അതിനാ ഇവർക്ക് മറവിയുണ്ട്. ഉണ്ടോ? പിന്നെ അങ്ങനല്ലേ വാക്യം, അവരുടെ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. അപ്പം മറവി നല്ലതാ. നമുക്കൊരു കുഴപ്പടിയാന്ന് വെച്ചാൽ മറക്കേണ്ടത് മറക്കുകയല്ല, മറക്കരുതാത്തതല്ല. അതാ ചില തള്ളമാര് പറയുന്നത് കേട്ടില്ലേ, പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കണം. പാസ്റ്ററെന്നും പറയത്തില്ല, പാഷേ പ്രാർത്ഥിക്കണം. അതും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കണമെന്നും പാഷേ പ്രാർത്ഥിക്കണം. എന്തുവാ അമ്മച്ചിക്ക് അസുഖം? എനിക്ക് ഓർമ്മയൊന്നുമില്ല. പാഷ പാടിയ പാട്ടൊക്കെ പണ്ട് ഞാൻ പാടിയതാ കൊണ്ടുപിടിച്ച്. ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. ആട്ടാ കൊച്ചമ്മയെ പ്രാർത്ഥിക്കാൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഇതെല്ലാം പ്രാർത്ഥിച്ച് അല്പം കൊണ്ട് ലോക്യം പറയാമെന്ന് അമ്മ പറയും. പക്ഷേ ഇനിയും പ്രാർത്ഥിക്കണം. എന്തോ വിഷയം? അവളെൻ്റെ മരുമകളാണ്. എന്നെ പറ്റി? ഇങ്ങനൊരു സാധനം എന്നെ പറ്റി കൊച്ചം? എൻ്റെ ഭാഷ അവൾ വന്നിട്ട് 24 കൊല്ലം കഴിഞ്ഞ് അന്ന് മുതൽ ചെയ്തതെല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുക. അപ്പം ഈ തള്ളയ്ക്ക് മറവിയുടെ അസുഖം വല്ലതും ഉണ്ടോ? ഇല്ല. ഈ തള്ള ഭയങ്കര വിളച്ചുകാരി തള്ളയാണ്. അല്ല, ന്യായമല്ലേ? ആദ്യം പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല, പാട്ട് ഓർക്കുന്നില്ല, വാക്യം ഓർക്കുന്നില്ല, ഒന്നും ഓർക്കുന്നില്ല. പക്ഷേ മരുമകൾ വന്നിട്ട് 22 കൊല്ലം കഴിഞ്ഞ് അവൾ അന്ന് മുതൽ ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ അന്ന് ചാറ്റമഴ ഉണ്ടായിരുന്നു ഇവൾ കാല് വെച്ചപ്പം. അതുവരെ തള്ള ഓർത്തിരിക്കുക. അപ്പം മറവിയുടെ അസുഖം ഒന്നും തള്ളയ്ക്ക് ഇല്ല. തള്ളയ്ക്ക് നല്ല വിളച്ചിലുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഒരു കുഴപ്പടി, ഇവര് മറക്കും. ദൈവപ്രവൃത്തി മറക്കുക. ഈ മറക്കുന്നത് കൊണ്ട് ആവർത്തന പുസ്തകം എഴുതി കൊടുത്തിരിക്കുന്നത്. ആവർത്തനത്തിലെ വാക്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രയോഗം: ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ ഓർക്കുക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവിചായ്ക്കുക, ഇസ്രായേലെ ശ്രദ്ധ വെക്കുക, ഇസ്രായേലെ മറന്നു പോകരുത്, ഇസ്രായേലെ പൂർവ്വ ദിവസങ്ങൾ ഓർക്കുക, ഇസ്രായേലെ പണ്ടത്തെ സംവത്സരങ്ങൾ ഓർക്കുക, കേൾക്കുക, മറക്കരുത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പുസ്തകത്തിൽ. കാരണം മറക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരമൊന്നും നീ മറക്കരുത്. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, പ്രാണന് വേണ്ടി, നിനക്ക് വേണ്ടി ചെയ്തത് ഒന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എടാ, ഞാൻ പറയാനുണ്ട്, നല്ലൊരു ഉടുതുണി പോലും നിനക്കില്ലായിരുന്ന സഹോദരിമാര് തെറ്റിദ്ധരിക്കരുത്. പണ്ട് ചിന്തിച്ചതല്ലേ നല്ലൊരു സാരി ഉണ്ടായിരുന്ന ഉടുത്തോണ്ട് മാസയോഗത്തിന് പോകാം. ഇപ്പൊ എത്ര സാരി ഉണ്ട്? ഒറ്റ വാക്കി പറ, എത്രയുണ്ട്? കൃത്യം പറ. ഈ കണ്ണാടിക്കാരി എത്രയുണ്ട്? അതാ ഞാൻ അങ്ങോട്ട് വരാം, അല്ലാതെ രക്ഷയില്ല. എണ്ണിയാ തീരത്തില്ല. അത് ദൈവം തന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്നാ പോരല്ലോ. ഞാനും നിങ്ങളും അധികമായി ദൈവത്തെ സ്തുതിക്കണ്ടേ? അധികം വാങ്ങിച്ചവൻ അധികം കടംപെട്ടിരിക്കുകയല്ലേ? അച്ചായന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 73. കൊച്ചിലെ ഇഷ്ടം പോലെ ഷർട്ട് ഉണ്ടായിരുന്നോ? കൊച്ചിലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഷാപ്പല്ലെന്ന്, ഷർട്ട്. ഷാപ്പിലെ കാര്യാന്നാ പറയാൻ. സ്തോത്രം. ഷർട്ട്. നമുക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കയറി കിടക്കാൻ നല്ല വീടില്ലായിരുന്നു. യാത്ര ചെയ്യാൻ ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം നിന്നെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ദൈവം നിനക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, നന്മ നൽകി. കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീ. ഉപകാരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ.
കാത്തുകൃപകീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തുകൃപകീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ. ഓ നിറയുന്നേ എന്നുള്ള ഇന്നേരം, നിറയുന്നേ എന്നുള്ള ഇന്നേരം. ഓ മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ. ഓ നിറയുന്നേ എന്നുള്ള ഇന്നേരം, നിറയുന്നേ എന്നുള്ള ഇന്നേരം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം. ഓ ആഴമുയരോ നീളം വീതി, ആഴമുയരോ നീളം വീതി ആർക്കും ഗ്രഹിക്കാൻ നീ പ്രേമം. ആർക്കും ഗ്രഹിക്കാം. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള ഓരി നിറയുന്നേ എന്നുള്ള ഇന്നേരം, നിറയുന്നേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ഒരുവനുണ്ട്. ആ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവിടെ മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൊണ്ട് സുന്ദര സുലഭലമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. ഇവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ പറയുക, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ആ ദേശത്തിന്റെ ഗുണഗണങ്ങളാ അത് താഴ്വരയെന്നും മലയെന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകൾ ഉറവകളും തടാകങ്ങളുമുള്ള ദേശം പോരാ, കോതമ്പും യവമും മുന്തിരിയും അത്തിയും മേതളമുള്ള ദേശം, ആ ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. തീർന്നില്ല. അവൻ സ്തോത്രം. പിന്നെ സുഭിക്ഷമായി ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. പിന്നെ കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ അടുത്തത് പിന്നെ നീ അടിച്ച് പെരുക്കി കണ്ടമാനമൊക്കെ അടിച്ച് പെരുക്കി പൊണ്ണിച്ച് കഴിയുമ്പം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അത്യാവശ്യ കാര്യമാണ്. ആമേൻ. ഈ കൃപയെ വന്നപ്പോൾ നീ വര പോലായിരുന്നത്, ഞാനും നിങ്ങളും ഇപ്പൊ ഇരിക്കുന്ന കണ്ടില്ലേ. പിന്നെ എടാ 100 കിലോ ഉള്ളവൻ ഒരു 2.5 കിലോയുടെ സ്വോത്രം പറ. പെട്ടിത്രാസ കയറ്റിയ ഇപ്പൊ നീ 88 കിലോ ഉണ്ട്, ഒരു 1/2 കിലോടത് പറ. ആക്കമനുസരിച്ചല്ലയോ. പിന്നെ ആക്കമനുസരിച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ നല്ലൊരു ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഇവിടെ വായിക്കാം എന്തൊക്കെയാ. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും. നിങ്ങൾ ചിലപ്പം കണ്ണിക്കുമായിരിക്കും, ബിബിളിക്കലായിട്ടും തിയോളജി പരമായിട്ടൊക്കെ നിങ്ങൾ കാണിച്ചോ അല്ലേലും കാണിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അത് അവിടെ നടക്കട്ടെ. ഒരു കാര്യം പറയാ, എടാ ഈ പെന്തിക്കോസി വന്നതാ നിന്റെ ഭാഗ്യം. എരഗതിയും പരഗതിയില്ലാതെ ചുമ്മാ എൻ്റെ ഭാഷ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന നീ യേശുവിനെ അറിഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ സ്നേഹിത സുഹൃത്ത്, എന്നെ കേൾക്കുന്നവർ അടുത്തോ അകലെയോ ആയിക്കോട്ടെ, അല്ല ഓൺലൈനിലായിക്കോട്ടെ, നീ രക്ഷിക്കപ്പെടണം. നീ രക്ഷിക്കപ്പെട്ട നിനക്ക് നിന്റെ കുടുംബത്തിന് നന്മയാ. മറ്റൊരുത്തനും രക്ഷയില്ലെന്ന്. ഒരു പുണ്യാളനും രക്ഷിക്കത്തില്ല, ഒരു മധ്യസ്ഥനും രക്ഷിക്കത്തില്ല, മനുഷ്യൻ രക്ഷിക്കുകയല്ല, മൃഗൻ രക്ഷിക്കുകയല്ല, പ്രകൃതി ചരാചരം ഇതൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. ഈ കാണുന്ന ചരല് നിന്നെ രക്ഷിക്കുകയല്ല. ഈ വൃക്ഷജരാദികളും പക്ഷി മൃഗാദികളും ഭൂചര കേചര വസ്തുക്കൾ ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. സൂര്യൻ നിന്നെ രക്ഷിക്കത്തില്ല, ചന്ദ്രൻ രക്ഷിക്കത്തില്ല, നക്ഷത്രം രക്ഷിക്കത്തില്ല. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്നു യേശു.
യേശു ക്രിസ്തു മാത്രമേ ഏകരക്ഷകൻ, യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ, യേശു ക്രിസ്തു ഏക പരിശുദ്ധൻ. അവൻ ദൈവം മാത്രമേ നിന്നെ രക്ഷിക്കൂ. ഇന്ന് രാത്രി ആ രക്ഷിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് നന്മയാണ്. പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീ. ഓ പാപം പോക്കിലോ നിൻരോഗം നീക്കിലോ, പാപം പോക്കിലോ നിൻരോഗം നീക്കിലോ. അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിലോ. അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിലോ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്ന് എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. ഓ മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. പ്രാരംഭത്തിൽ ഒരു ചെറിയ പരിവക്കേടാണെങ്കിലും നിങ്ങളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോ എനിക്കിന്ന് പ്രസംഗം നിർത്താൻ തോന്നുന്നില്ല. പേടിക്കണ്ട. നാളെ ഒരാൾ പറഞ്ഞ അയാൾക്ക് ഒരു ബോധമുള്ളവനല്ല, പാതിരാത്രി വരെ അയാള് പറയും. നോക്കട്ടെ, സ്തോത്രം. അല്ല, ഈ ബോധക്കേടുള്ളവനും ഇടയ്ക്കുള്ളത് നല്ലതാ. എല്ലാവർക്കും ബോധമായാലോ. പണ്ട് മർമാണി കല്യാണം കഴിച്ച പോലെ ഇരിക്കും. അയാൾക്ക് മുഴുവൻ മർമ്മങ്ങളും അറിയാം, ശരീരത്തിലെ മുഴുവൻ മർമ്മങ്ങളും. ഭാര്യ വെറും മെനകേടാ. ഈ തള്ള അങ്ങ് ജീവിയിടാ. ഇയാളെ അങ്ങ് ഉപദ്രവിക്കുകയും ചെയ്യും, അയാളെ തല്ലും. എന്നിട്ട് അയാൾ തിരിച്ച് തല്ലാൻ ചെല്ലുമ്പം നോക്കുന്നവെല്ലാം മർമ്മമാ. പടലിക്കൊരടി അവിടെ ഒരു മർമ്മം. അതിനെ തള്ള ഇയാൾക്ക് തല്ലുക. അയാൾ ഇടിക്കാൻ അവിടെ ഒരു മർമ്മം. അപ്പൊ ഇയാൾ ഓങ്ങി നിൽക്കുക, തള്ള അതിനെ കയറി കീച്ച. അവർക്ക് മർമ്മമൊന്നും അറിയാൻ മേല. ചുരുക്കി പറഞ്ഞ ഇയാളെ തല്ലുകൊണ്ട് ഇയാളെ അല്ല, ബോധമായി കഴിഞ്ഞാല് എല്ലാം ഒന്നും പറയാനൊക്കെ അതില്ല. ബോധക്കേടുകാരനാകുന്ന എന്നെ ഇങ്ങനെ പരുവത്തിന് വിട്ടത് കൊണ്ട് ബോധക്കേടാന്നേലും പിന്നെ ഇന്നിച്ചിരി ബോധക്കേട് വരട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷകനായിട്ട് ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാ രക്ഷിതാവ്. നിന്റെ കുടുംബ മഹിമയൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. അച്ഛനുള്ളത് കൊണ്ടോ, ചെമ്മാച്ചനുള്ളത് കൊണ്ടോ, ഉപദേശി ഉള്ളത് കൊണ്ടോ, സെൻട്രൽ പാസ് ഉള്ളത് കൊണ്ടോ, പള്ളിക്ക് തലം കൊടുത്തത് കൊണ്ടോ, ഹോള് വെക്കാൻ 2.5 സെന്റ് കൊടുത്തത് കൊണ്ടോ 2 പാൻ കിറാന്നാ കറങ്ങുന്നേ. കൊടുത്തപ്പോ ഇവൻ നല്ലത് കൊടുക്കുക. 5 സെന്റ് സ്ഥലം അത് കൊടുത്ത ഈരാന്തിയെ കയറി ഇരിക്കുക, താഴെ ഇരിക്കത്തുമില്ല. ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ലേ ബേബി. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു മാത്രമാ രക്ഷകൻ. അതുകൊണ്ട് നല്ല സ്ഥലത്തേക്കാ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ഈ കൃപയിൽ വന്നാണ് നമ്മുടെ ഭാഗ്യം. എന്തുവാ രണ്ടുപേരോട് വർത്താനം പറയുന്നത്? നമ്മളെ രണ്ടുപേരും എനിക്ക് ദോഷമാണോ, പ്രസംഗം കൊള്ളുകയല്ലെന്നാണോ? നമ്മുടെ ആളാ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ രക്ഷിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു. അവൻ നല്ലൊരു സ്ഥലത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. അതാ ഇവിടെ വായിക്കുന്നത്, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്ന്. ഈ ദേശത്തിന്റെ വിശേഷത അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. ഒറ്റ വാക്കി പറഞ്ഞ വെള്ളത്തിന് പഞ്ഞമില്ല. താഴെയും വെള്ളമാ, മേളിൽ നിന്നും വെള്ളമാ. സ്തോത്രം. അങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകം താഴത്തെ ഉറവേ മേളത്തെ ഉറവേ തുറന്നാണല്ലോ. ഇത് ക്രമീകരിച്ചപ്പോൾ തന്നെ വെള്ളങ്ങൾക്ക് മീതെ ഒരു വിധാനം ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് മേളിലും വെള്ളം ഉണ്ടല്ലോ. അപ്പൊ ചുരുക്കി ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ വെള്ളത്തിന് പഞ്ഞമില്ലാത്ത സ്ഥലമാണ്. അതാ അവൻ ആവർത്തന പുസ്തകത്തിലുണ്ട്, നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലല്ല കനാൻ നാട്. ആ ദേശത്ത് നീ കാലുകൊണ്ട് നനയ്ക്കണമായിരുന്നു, കാല് തട്ടി നനയ്ക്കണമായിരുന്നു. ഇവിടുത്തെ ദേശം അങ്ങനല്ല, ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ദേശമാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട് കനാൻ നാട്ടിൽ. ഇതിന്റെ ആത്മീയ അർത്ഥവും കൂടെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടേക്ക. ഇവിടെ വന്നാൽ ആരാധനയ്ക്ക് പഞ്ഞമൊന്നുമില്ല. നീ ആരാധിക്കാത്ത കുഴപ്പമുള്ളൂ.
സ്തോത്രം. ഇവിടെ ആരാധനയ്ക്ക് നല്ല സ്വാതന്ത്ര്യമാ. നിനക്ക് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കാം, ഉറക്ക ഹല്ലേലൂയ പാടാ, പ്രൈസ് ദി ലോർഡ് പറയാം, കൈയടിക്കാം, മേപ്പോട്ട് ഗീപ്പോട്ടും ചാടാ. അവൻ ആരും നിന്നെ ഒന്നും പറയത്തില്ല. പരിജ്ഞാനം വേണമെന്നേ ഉള്ളൂ. ഇവിടെ ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. പക്ഷേ മറ്റു സ്ഥലങ്ങളിലൊക്കെ അവര് ഇങ്ങനെ നോക്കി കാര്യങ്ങൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് അവര് ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ എങ്ങാനും ഉണർവത് ഗ്ലോറി എന്ന് പറഞ്ഞാ ഇങ്ങനെ നിന്ന പുള്ളി നേരെ നോക്കും, ആരാടാ ഇതിനകത്ത് കയറി ഉണ്ടാനൊക്കുകയല്ല. പക്ഷെ ഇവിടെ വന്നേച്ച് ഈ ആരാധനയും കൂട്ടായ്മ നടക്കുമ്പോൾ നീ ഇങ്ങനെ മയിൽക്കുറ്റി ഇരിക്കുമ്പോൾ ഇരുന്നാൽ ഞങ്ങൾ നോക്കും, ഇവൻ എന്നാടാ ഇതിനകത്ത് കയറി. ഇതാ ഇതിന്റെ വ്യത്യാസം. വെള്ളത്തിന് പഞ്ഞമില്ലെന്ന്, താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകളെ ഉറവകളെ തടാകങ്ങളുമുള്ള ദേശം എന്ന് പറഞ്ഞാൽ അവൻ ആത്മീക നിറവുള്ള സ്ഥലമായത്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഉണ്ടെന്ന അതിന്റെ തോടുകൾ ചില പറഞ്ഞ ഇല്ലെന്ന തർക്കിക്കാനൊന്നുമില്ല, ഇല്ല അവർക്കില്ലായിരിക്കും. പക്ഷെ ഇത് നിന്നിട്ടില്ല കേട്ടോ. നിന്നെന്നാ ചിലര് പറയുന്നത്. നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട. ഇത് ദൈവത്തിന്റെ ദാനമാണ്. നീ പ്രാർത്ഥിക്കുക, ഇത് ആരുടെ കുത്തകയല്ലെന്ന്. പണ്ട് നമ്മുടെ ഒരു യോഗത്തിന് ഒരു ഉണർവ് യോഗക്കാരൻ വന്ന് പറഞ്ഞു, അഭിഷേകം പറയാത്തെല്ലാം മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ TCOs പറഞ്ഞു, അതിനെ പുറകിരുന്ന കിട്ടാത്ത സാധനമാണോ. പുള്ളി ഉടനെ കുറിക്കൊള്ളുന്ന വർത്താനം പറയുന്ന ആളാ, നമ്മുടെ വാഴൂര്. പുള്ളി വന്നവൻ ഇച്ചിരി മെനക്കേടാ. പുള്ളിക്ക് തുടക്കം മുതലേ പിടികിട്ടിയിരിക്കുക. അപ്പൊ പുള്ളി പറഞ്ഞു, അഭിഷേകം പ്രാക്കാത്തെല്ലാം കൂടെ മുന്നോട്ട് പോവാ. പുള്ളിയോട് എന്നെ പുറകിരുന്ന തരാത്ത സാധനമാണെന്ന് ചോദിച്ചത്. ഇത് ആരുടെ കുത്തകയല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യ കൊണ്ട് കുലുങ്ങി പോകത്തില്ല. ഒരു നദി ഉണ്ടെന്നാ, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി ദൈവം തൃപ്തിപ്പെടുത്തും. തോട്ടം നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടു 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തത് പീശോൻ, വെള്ളച്ചാട്ടം അന്തർത്ഥം ഹവീലാദശ ചുറ്റും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്, പൊന്നൊക്കെ മേത്തരമ. ഇന്ന് രാത്രി ആത്മാവിന്റെ നദിയിൽ യാനം ചെയ്യുന്ന ദൈവത്തിന്റെ പൈതല്, നീ ആരാധിച്ച് ബലപ്പെടുമ്പോൾ തന്നെ നിനക്ക് വിടുതല. എടാ, പെന്തിക്കോസ് വളർന്നത് കാശിന്റെ മുഷ്കു കൊണ്ട് വളർന്നതല്ല. വിദ്യാനിപുണന്മാരെല്ലാം കൂടി ഇതിനകത്ത് കയറി വളർന്നതല്ല. വലിയ കുടുംബക്കാരെല്ലാം കൂടി ഇതിനകത്ത് ഇടിച്ചു കയറി വളർന്നതല്ല. പെന്തിക്കോസ് വളർന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസെല്ലാം പെന്തിക്കോസ് ആരാധന വന്ന വിടുതല. ഞങ്ങൾക്ക് കാവാലത്തൊരു അച്ഛനുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചത്. ആ മാച്ചം കുഞ്ഞ്, കൈതത്തറ മാച്ചം കുഞ്ഞ് ഉപേക്ഷിച്ച് മരിക്കാൻ കൊണ്ടിട്ടത്. അതെ, ഇവിടെ ഒരു ചെറിയ അനക്കം. ഞങ്ങളുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി 62 ദിവസം പോയി പ്രാർത്ഥിച്ചു. അമ്മയായിരുന്നു. 62 ദിവസം പ്രാർത്ഥിച്ചു. 62 ദിവസം കഴിഞ്ഞപ്പോൾ മാച്ചം കുഞ്ഞിന് എഴുന്നേറ്റു. ഉപദേശിമാരെ വിളിച്ച് മുറ്റത്ത് യോഗം നടത്തി. എന്തിനേറെ, ഒരാഴ്ചത്തെ യോഗം കഴിഞ്ഞപ്പോൾ മാച്ചം കുഞ്ഞാനും തങ്കമ്മാമ്മയും പിള്ളേരും എല്ലാം ധ്യാനപ്പെട്ടു. പെന്തിക്കോസ്. ഞാൻ എന്റെ അറിവിൽപ്പെട്ട ഒരു അനുഭവം പറഞ്ഞു, നിങ്ങൾക്ക് 100 കണക്കിന് ഇതുപോലെ പറയാനുണ്ട്. ദൈവത്തിന് പെന്തിക്കോസ്. അല്ലാതെ കാശിന്റെ മെടുക്ക് കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മെച്ചം കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ അവൻ പഠിപ്പ് കൊണ്ടോ പഠകം കൊണ്ടൊന്നും അല്ല പെന്തിക്കോസ് വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്നും ആരാധിക്കുന്നിടത്ത് ദൈവം അത്ഭുതം ചെയ്യും. ദൈവമക്കൾ ആരാധിച്ചാൽ അതിനകത്ത് ദൈവം വിടുതലയിക്കും. ആരാധനയിൽ ബന്ധനങ്ങൾ അഴിയുമെന്ന് അവൻ സർവ്വ രോഗങ്ങളെ യേശു സൗഖ്യമാക്കും. ഇന്ന് രാത്രി അവൻ ഇവിടെ വന്ന ദൈവത്തിന്റെ പൈതല്, അവൻ വെള്ളമുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഈ വചനത്തിന്റെ നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റി ആ കർത്താവ് പറഞ്ഞത്. എടാ, സഭയിലുള്ള എല്ലാരും അഭിഷേകം പ്രാപിക്കണം. നീ ഉമ്മ കമ്മറ്റിയാ, സെക്രട്ടറിയാ, കുന്തവാ, ഓടാലിയാ, നീ അഭിഷേകം പ്രാപിച്ചില്ല, ചുമ്മാ ഇരിക്കുക സൈഡ് കസേര കയറി. കുഞ്ഞോനച്ചാൻ, ഞാൻ ചില കാര്യം പറഞ്ഞു വെച്ചാ പോകുള്ളൂ. എന്നാ പ്രശ്നം? എടേ, അഭിഷേകം പ്രാപിക്കാത്തവൻ ഒരു പൊസിഷനും കൊടുക്കരുത്. സെക്രട്ടറിയാ, അതിന് ഇന്ന് വരെ അഭിഷേകം എന്നാന്ന് പോലെ തമ്പരടിക്കുമ്പോൾ ഞെട്ടും. അത് നിനക്ക് വെട്ടുപാതമാണ്. നീ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഇത് അഭിഷേകത്തിന്റെ ശക്തിയാ. ആത്മാവിൽ ആരാധിക്കുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയുമെന്ന്, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാക്കും, മുടന്തര് നടക്കും, ചെകിടർക്ക് കേൾവി ഉണ്ടാകും, ഊമര് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്.
പാട്ടുകാരും എല്ലാം അഭിഷേകം പ്രാപിച്ചിരിക്കണം. നമ്മുടെ കൂട്ടായ്മ വരുന്ന എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. Praise the Lord. Praise the Lord. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകൾ ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. പിന്നെ വായിച്ചാട്ടെ കർത്തദാസനെ, ദൈവദാസൻ വായിച്ചാട്ടെ. വായിക്കും. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരവും ഉള്ള ദേശം, ഒരു വൃക്ഷവും തേനും ഉള്ള ദേശം. അപ്പൊ എത്ര കൂട്ട സാധനം ഉണ്ട്? വായിച്ചതേ ഉള്ള എണ്ണിയില്ല. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. 7 കൂട്ട സാധനം. അതുള്ളതോ ഒന്നുക്കൊന്നുക്ക് മെച്ചം. ഞാനിങ്ങനെ പറയും, കനാൻ നാട്ടിൽ 7 കൂട്ടം സാധനം. മിസ്രൈമിൽ 6. വായിച്ചോ, സംഖ്യാപുസ്തകം 11:4. മിസ്രൈമിൽ 6, സംഖ്യ 11:4. പെട്ടെന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹങ്ങളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇത് ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഇവിടെ ഒന്നുമില്ലെന്ന. വായിച്ചോ, മൈക്കുണ്ടല്ലോ, വായിച്ചോ. 4 മുതൽ. പിന്നെ അവരുടെ ഇടയിൽ സമ്മിശ്രജാതി ദുരാഗ്രഹികളായ ഇസ്രായേൽ മക്കളുടെ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഇറച്ചി ആര് തരും? ഇറച്ചി തരുമെന്നേ ചോദിച്ചുള്ള ഇറച്ചി ഉണ്ടെന്നൊന്നുമില്ല. പിന്നെ അടുത്തത്, ഞങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. 6 ഉള്ളു. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. 6. കനാനിൽ എത്രയാ? 7. മിസ്രൈമിൽ 6. ആ ഉള്ളതിൽ 6 ഉള്ളി തന്നെ. 6-ൽ 3 ഉള്ളിയാ. ഏതാ? ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയും സവോളയും വെളുത്തുള്ളിയും. അല്ല പിന്നെ വേറെ ഏതാ? എടാ, നീ മിസ്രൈമിൽ കിടന്ന വെളുത്തുള്ളി തിന്ന് നിന്റെ ഊപ്പാട് വരും. നാറ്റോവാ. ഇത് കണ്ടമാനം കഴിച്ചാലും പരുവക്കേടാ. നീ കനാനി വാ. അവിടെ വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, പിന്നെ കൊച്ചുള്ളിയും ചുമന്നുള്ളിയും സവോള കടിച്ചവന്റെ എല്ലാം ഊപ്പാട് വന്നതാ. എല്ലാ ആഴ്ചയും സവോളയല്ലേ? ഈ ആഴ്ച സവോളയായിട്ട് ഒരാൾ വരും. അടുത്ത ആഴ്ച നമുക്ക് കൊച്ചുള്ളിയായിട്ട് ഒരാൾ വരുന്നുണ്ട്. അതിന്റെ പിറ്റേ ആഴ്ച വെളുത്തുള്ളി. എന്നാൽ കനാൻ നാട്ടിൽ അങ്ങനല്ല. ഒന്നുകൊന്നുക്ക് മെച്ചമാ. അതെല്ലാം വിശേഷപ്പെട്ട ഭക്ഷണമല്ലേ. ഗോതമ്പ്, നല്ല ഗോതമ്പ് കനാനിൽ കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന ഗോതമ്പൊന്നും അത്ര നല്ലത് അല്ല. ഇപ്പൊ പഞ്ചാബിലൊക്കെ നല്ലതുണ്ട്, നമുക്ക് വരുന്നില്ല. അതൊക്കെ നാളെ തള്ള പറഞ്ഞു, അതൊക്കെ ആണുങ്ങൾ തിന്നുന്നുണ്ടെന്ന്. തള്ളയുടെ ഭാഷയാണേ അതല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നമ്മളല്ല. അങ്ങനെയൊക്കെ പ്രയോഗമുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, കല്യാണത്തിന് അവിടെ ആരൊക്കെയാ പോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവര് ആണുങ്ങള് 4 പേരും ഉണ്ടായിരുന്നു, പിന്നെ തങ്കമ്മയും മേഴ്സി ഉണ്ടായിരുന്നു, പിന്നെ തങ്കച്ചനും ഉണ്ടായിരുന്നെന്ന്. അപ്പൊ തങ്കച്ചൻ ഏതി പെടും? അവൻ ആണുങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു, തങ്കമ്മയും മേഴ്സി ഉണ്ടായിരുന്നു, പിന്നെ തങ്കച്ചൻ ഉണ്ടായിരുന്നു. അപ്പൊ തങ്കച്ചൻ ഏതി പെടുമെന്നുള്ളതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നല്ല ഗോതമ്പ് അതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോവുക. നമുക്ക് നല്ലതൊന്നും അല്ല കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നതല്ല അതിൻ്റെ 4-ാം തരമൊക്കെയാണ് കിട്ടുന്നത്. അതാ ചപ്പാത്തി ഉരുട്ടി പിന്നെ എഴുന്നേറ്റ് നിന്ന് കടിക്കണം. ചപ്പാത്തിക്കിട്ട് ചപ്പാത്തി ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ചോദിക്കും, ബേബി എന്നാടാ താമസിച്ച് എന്നാന്ന് ചോദിക്കും. ചപ്പാത്തി ഇങ്ങനെ നിൽക്കുക. അതിന് നമ്മുടെ ആൾക്കാർ ചപ്പാത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പാസ്റ്റർമാരൊക്കെ ഞങ്ങളൊക്കെ ചെയ്ത് ആദ്യം പറിച്ച് കീറി അങ്ങ് ഇടും. കശാന്ന് പറിച്ച് കീറി ഇടുക. ഇട്ടച്ച് പറഞ്ഞ് ഇച്ചിരി ഗ്രേവി കൂടുതൽ ഒഴിച്ചോളാം. ഇത് ഒഴിച്ചാലും ഉടനെ എടുക്കുകയില്ല, കുറച്ചു നേരം നോക്കിയിരിക്കും കുതിരാൻ. അപ്പൊ ഇത് നല്ല സാധനമല്ല. സ്തോത്രം. നല്ല സാധനമൊക്കെ കയറിപ്പോ. എന്നാൽ കനാനിലെ ഗോതമ്പ് ഏറ്റവും മെച്ചപ്പെട്ട ഗോതമ്പാ. അല്ല, ഗോതമ്പിന്റെ കാമ്പ് നല്ല ഗോതമ്പ് എന്ന് പറഞ്ഞാൽ, ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ വചനത്തിന്റെ മർമ്മം വെളികെട്ടും. അനേക കർത്തദാസന്മാർ, മൺമറഞ്ഞവർ, ഇപ്പോഴുള്ള അനേക ദൈവദാസന്മാർ അത് എഴുതി വെച്ചതല്ല. ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് വചനത്തെ വചനം കൊണ്ട് തെളിയിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനം അത് ഇതിനകത്ത് വന്നാലേ കിട്ടുള്ളൂ.
അതാ ഈ മാർഗത്തിൽ വരാൻ പറഞ്ഞ. അവർ ഇവിടെ പെന്തിക്കോസ്തിന്റെ സഭകളൊക്കെ അടിസ്ഥാനം ഇട്ട് ഉറപ്പിച്ചത് പഴയ പിതാക്കന്മാര് നല്ല ഒന്നാന്തരമായിട്ട് ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു, അടിസ്ഥാനം ശരിയാക്കി. ഇപ്പം ബൈബിൾ ക്ലാസ് ഒന്നും വെച്ച ആൾക്കാർ ഇപ്പം എല്ലാം അങ്ങ് ഫയറാണ്. ഫയർ മീറ്റിങ്ങും പവർ കോൺഫറൻസും അഗ്നിമഴയും തീമഴയും കൽമഴയും പെരുമഴയും ഡുനാമീസ് തള്ളക്ക് എന്നാന്ന് പോലും അറിയാമേ. അടിസ്ഥാനം വചനത്തിൽ അടിസ്ഥാനം ഇട്ട് നല്ല അടിക്കടിക്കായിട്ട് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിയണം. അപ്പോൾ ഗോതമ്പ്, നല്ല ഗോതമ്പ് ഇതിനകത്ത് കിട്ടും. ആ ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മേതളവും ഒലിവും തേൻ ഒന്നുകൊന്നൊക്കെ മെച്ചമാ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാണ്. അത്തിപ്പഴക്കട്ട കൊണ്ട് മരുവിന്മേൽ പുരട്ടിയപ്പോൾ സൗഖ്യമുണ്ടായി. മുന്തിരി നിനക്ക് ഉന്മേഷമുണ്ടാക്കും. അതുകൊണ്ടല്ലേ ഉത്തമഗീതത്തിൽ വായിക്കും, മുന്തിരിയട നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ നീര് നൽകി എന്നെ തണുപ്പിക്കണം. ആമേൻ. നമുക്കറിയാമല്ലോ, പണ്ട് ദാവീദിന്റെ കാലത്ത് യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ഭാര്യമാരെയും പിള്ളേരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയി അമാലേക്കര് വന്ന് പട്ടണമെല്ലാം തീയിട്ട് ചുട്ട് സിക്ലാഗെല്ലാം കത്തിച്ച് ദാവീദ് തിരിച്ചു വന്നപ്പോൾ ആകെ പരിവക്കേടായി. ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു. അപ്പോൾ ജനമെല്ലാം കൂടെ ദാവീദിനെ കല്ലെറിയാൻ പദ്ധതി കിട്ടു. ദാവീദോ തന്റെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. നിങ്ങൾക്ക് ആ പാകം പിടിക്കുമ്പോൾ അറിയാം, ദൈവത്തിൽ ധൈര്യപ്പെട്ടപ്പോൾ ദാവീദ് പെട്ടെന്ന് അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. ഏഫോദ് അങ്ങോട്ട് എടുത്തിട്ട് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ ആ പരീക്ഷയുടെ പുറകെ പോണോ? തമ്പുരാൻ പറഞ്ഞു പൊക്കോ, നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെ ദാവീദ് 10,600 പേരെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്ത് ഇങ്ങനെ അവരുടെ പുറകെ പോയപ്പോൾ ബെസോർത്തോട് കിടക്കണം. ബെസോർത്തോട്ടിങ് വന്നപ്പോൾ 400 പേര് പറഞ്ഞു ഞങ്ങൾക്ക് അക്കരെ വരുന്നില്ല, ഞങ്ങൾ പണ്ടൊക്കെ യോർദാൻ കടന്നതാ. പണ്ട് ഞങ്ങൾ ചെങ്കടല് കടന്ന്, ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ് പണ്ട് ചെങ്കടൽ. ജീസസ്, ഇവൻ പഴയ ചരിത്രമെല്ലാം പറഞ്ഞിരിക്കുക. ഇവരെ കൈത്തോട് പോലും ചാടാൻ കൊള്ളുകയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല അച്ഛാ. ദാവീദ് പറഞ്ഞു നമ്മളെല്ലാം അവൻ്റെ പുറകെ പോകാനാണ് ഇറങ്ങത്തില്ല. അതേ സമ്മതിച്ചു, പക്ഷേ ടയർഡായി. ഞാൻ ദീർഘവർഷങ്ങളായിട്ട് വേല ആട്ടെ. പിന്നെ വകുപ്പ് പറയും, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് പണ്ട് ചെങ്കടൽ കടന്നത്. ഡാഡി കടന്ന ചരിത്രം ഡാഡിയുടെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡാഡി റെഡ് സീ. എൻ്റെ ഫാദർ യോർദാൻ കടന്നതാ. പിന്നെ അച്ഛൻ എന്നെ കൈത്തോട് കിടക്കാൻ മേലാതെ പമ്മി നിൽക്കുന്നേ. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ദാവീദ് പിന്നെ ഉടക്കുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞ എന്നാ ഇവിടെ തങ്ങ്, ഞങ്ങൾ പോയിട്ട് വരാം. ബാക്കിയുള്ളവരുമായിട്ട് അക്കരെ കയറി അങ്ങോട്ട് ചെന്നപ്പോൾ നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, വഴിയിൽ വെച്ച് ഒരുത്തനെ കണ്ടു. ഇവൻ രോഗിയായിട്ട് ക്ഷീണിതനായിട്ട് ഇങ്ങനെ വഴി കിടക്കുക. അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നു. അതാ 30-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിന്റെ 13. അത് വായിച്ചെങ്കിൽ അത് ഒക്കുവുള്ളൂ, അതുകൊണ്ടാ 30-ന്റെ 13 ഒന്ന് വായിച്ചു പെട്ടെന്ന്. നീ ആരുടെ ആൾ എവിടത്തുകാരനെന്ന് ചോദിച്ചതിന് ദാവീദ് അവനോട് നീ ആരുടെ ആൾ എവിടത്തുകാരനെന്ന് ചോദിച്ചതിന് അവൻ ചോദിച്ചു, നീ ആരാണ് എവിടത്തുകാരനാ? കാര്യം ചോദിക്കണമല്ലോ. IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാണോ, സ്വതന്ത്രമാണോ, നെയ്യലാണോ, പെനിയലാണോ, ഗ്ലോബലാണോ, അന്തർദേശീയമാണോ, ഇൻഡിപെൻഡന്റ് ആണോ, CP ചോദിക്കണ്ടേ? പിന്നെ അല്ല, നീ ആരുടെ ആൾ എവിടത്തുകാരൻ? അപ്പൊ അവൻ എന്നാ പറഞ്ഞേ? ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചു കിടന്നപ്പോൾ, ദീനം പിടിച്ചപ്പോൾ എന്റെ യജമാനനാകുന്ന അമാലേക്കൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, വഴിയിലിട്ടേച്ചു പോയി. ഒരു ദൂത് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, ഓർപ്പിക്കുക. ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കിനെ സേവിച്ചവനായി ഈ മിസ്രയീമ്യൻ. കരുത്തുള്ളവനാ, കഴിവുള്ളവനാ. മിസ്രയീമിന് നെടുപ്പമുള്ളവരല്ലേ, നല്ല മിടുക്കന്മാരാ. ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കിനെ സേവിച്ചു. എന്നാൽ 3 ദിവസം മുമ്പ് ഇവന് ദീനം വന്നപ്പോൾ ഇവന്റെ യജമാനനാകുന്ന അമാലേക്കൻ ഇവനെ വഴിയിലിട്ട് വെച്ച് പോയി. ഒരാത്മീക പാഠം പറയാം. നീ ലോകത്തിന്റെ പുറകെ പോയാൽ, ലോകക്കാരുടെ പുറകെ പോയാൽ, ലോകമോഹത്തിന്റെ പുറകെ പോയാൽ, നിനക്ക് ദീനം വന്നാൽ, ക്ഷീണം വന്നാൽ, ക്ലേശം വന്നാൽ, കെടുതി വന്നാൽ ആരും കാണത്തില്ല, നിന്നെ ഇട്ടേച്ചു പോവും. ഇങ്ങനെ വിളിക്കുമ്പോഴേ അവർക്ക് നമ്മളെ കൂടെ ചിലപ്പോൾ ഒരു കമ്പോ കോലോ കൈ തന്നെന്നും വരും. അവർക്ക് അന്നേരം മതി. അതേസമയം ശ്വാസം മുട്ടലുമൊക്കെ ആയി വടി കുത്തി പറയാ, നമ്മുടെ ഒരു പഴയ ആളാ ആ മൂലയിലെങ്ങാനും പോയിരിക്കാൻ പറ, ഇനി ആരും മൈൻഡ് ചെയ്യുകയല്ല. ഇതാ ലോകം.
നീ ലോകത്തിന് വേണ്ടി നിന്റെ ഓജസ്സും ആരോഗ്യവും ആയുസ്സും കളഞ്ഞാൽ, ക്ഷീണിതനായാൽ, കെടുതി വന്നാൽ നിന്നെ വഴിയിലിട്ടേച്ച് പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആയുസ് മുഴുവൻ നല്ല കർത്താവിനെ സേവിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിന്റെ പടയാളിയായി നിന്നാൽ നിനക്ക് ദീനം വരത്തില്ല. അഥവാ വന്നാൽ നിന്നെ വഴിയിലിടത്തില്ല, ദീനത്തിൽ കിടക്ക മാറ്റി വിരിച്ചു തരും. നിന്നെ ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ കണ്ട് നരളി ചെയ്ത അരിമനാഥൻ തന്റെ ഭുജത്തിൽ നിന്നെ താങ്ങും. അത് വിവരിക്കുന്നില്ല. ഇവൻ പറയുക, ഞാനൊരു അമാലിക്കന്റെ പ്രത്യൻ മിശ്രയും ഈ ബാല്യക്കാരൻ 3 ദിവസം മുമ്പ് എനിക്ക് ദീനം വന്നപ്പോൾ ഞാൻ ഇക്കാലം അത്രയും സേവിച്ച എന്റെ യജമാനൻ എന്നെ വഴിയിലിട്ടേച്ച് പോയി. പരുവക്കാട് രോഗിയായി ആരുമില്ല, ആകെ പരുവക്കേട് കിടക്കുക. ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നു. അപ്പൊ ദാവീദ് ഇവന് 4 കൂട്ടം സാധനം കൊടുത്തു. ഇനി 11-ാം വാക്യം വായിച്ചേ മോളെ. 11 ഇങ്ങോട്ടും 11. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. അവർ വഴിയിൽ വെച്ചൊരു മിസ്രയീമിനെ കണ്ടു. അടുത്തത് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് അപ്പം കൊടുത്തു. നോക്കിയേ 4 കൂട്ടം സാധനം കൊടുത്തു. 1 അപ്പം കൊടുത്തു. അവൻ അപ്പം കൊടുത്തു. പിന്നെ അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. 2 ഇവന് വെള്ളം കൊടുത്തു. ഏതാ? രോഗിയാ, ക്ഷീണതന് ആരുമില്ല, അനാഥത്വം പേറി പരുവക്കാടി കിടക്കുക. ആദ്യം അപ്പം, പിന്നെ വെള്ളം, പിന്നെ അവർ അവന് ഒരു കഷ്ണം അത്തിയടയും. ഒരു കഷ്ണം അത്തിയട. 2 ഉണക്കമുന്തിരിക്കുലയും. എനിക്കിവിടെ വിടവുതാ. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം അപ്പം കൊടുത്തു, പിന്നെ വെള്ളം കൊടുത്തു, പിന്നെ അത്തിയട. അങ്ങനല്ലേ മോളെ? അത്തിയട കഴിഞ്ഞ് പിന്നെ എന്നാ കൊടുത്തു? 2 ഉണക്കമുന്തിരിക്കുല. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം, വെള്ളം, അത്തിയട, 2 ഉണക്കമുന്തിരിക്കൊല. അടുത്ത വാക്യം ശ്രദ്ധേയം. അത് തിന്നപ്പോൾ ഈ 4 കൂട്ടം സാധനം കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. അത് തിന്നപ്പോൾ അവന് ഉയർ വീണു. നിനക്ക് ഉയരുണ്ടാക്കുന്നത് അത്തിയുടെ മുന്തിരി, ഗോതമ്പിന്റെ അപ്പവും. ഇതാ കനാൻ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിന്റെ രോഗത്തിന്റെ കെടുതികളെ മാറ്റുമെന്ന്. ചിലപ്പോ രക്തത്തിനകത്തോ അസ്ഥിക്കകത്തോ നിന്റെ ധമനിക്കകത്തോ ഞരമ്പിനകത്തോ ബ്ലഡിനകത്തൊക്കെ രോഗാണുക്കൾ കാണും. ഡോക്ടർമാര് പറഞ്ഞു കാണും രക്ഷയില്ല. എന്നൊക്കെ ആൾക്കാരുടെ പറയട്ടെ. ഇന്ന് രാത്രി നീ വചനത്തിൽ വിശ്വസിച്ചാൽ, വചനം ഏറ്റെടുത്താൽ, നീ വചനത്തിൽ ബലപ്പെട്ടാൽ നിനക്ക് ഇന്നലത്തെ ഉயிருണ്ടാകാൻ പോകുകയാണ്. സമൃദ്ധിയായ ജീവൻ നൽകാനായ യേശു വന്നത്. യേശു ആരെ കൊല്ലുന്ന ദൈവമല്ല, യേശു ജീവിപ്പിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി യേശു നിനക്ക് ജീവൻ തരും, സമൃദ്ധിയായ ജീവൻ തരും. ഇന്ന് രാത്രി നിനക്ക് ഉയിര് തരാൻ പോകുകയാണ്. അട്ടമന ജലപടമല്ല, ദുരിപ്പിക്കമല്ല. വിശ്വസിച്ച് ഏറ്റെടുക്ക്. നീ രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷെ തിരിച്ചങ്ങനെ വിടത്തില്ല. ഇന്ന് രാത്രി നിന്റെ രോഗബന്ധനത്തെ അടിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി നീ മനക്ലേശങ്ങൾ അടിക്കാൻ പോകുകയാ. ഈ രാത്രി നീ വിടുവിക്കാൻ പോകുകയാ. അർത്ഥല ജലാധാര വൈഡപ്പുറമന. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അംശജാല രഗതന വിടുതൽ. ഈ സെൻട്രൽ കൺവെൻഷൻ വിടുതലാകട്ടെ. ശരീരത്തിൽ വിടുതലുണ്ടാകട്ടെ. രോഗക്കെടുതികൾ മാറട്ടെ. സകല ബന്ധനങ്ങൾ അടിയട്ടെ. അംശ ജലാധാര വൈഡപ്പുറമന. അംശജാല രഗതന വിരിവിക ബലവ. Praise the Lord. Hallelujah. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഞാൻ ഈ പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതുള്ളൂ. 9:30 ആയത് അറിഞ്ഞില്ല. സോറി, ക്ഷമിക്കുക. മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. കർത്താവ് അനുവദിക്കുകയാന്നേ. ദൈവത്തിന് ഹിതമുണ്ടേ. മുണ്ടക്കയത്ത് വേറെ 2 ദിവസം വരുന്നുണ്ട്. അന്നേരം ഒക്കുന്നെങ്കിൽ ഇതിൽ നിന്നല്ലെങ്കിൽ വേറെ നമുക്ക് ചിന്തിക്കാം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. യേശു മാത്രമേ ഏകരക്ഷകൻ. ഇന്ന് രാത്രി നിനക്ക് ഉയിര് തരും. ഈ 4 കൂട്ടം സാധനം കഴിച്ചപ്പോൾ രോഗിയായി, ക്ഷീണിതനായി, എല്ലാവരും ഉപേക്ഷിച്ച് തള്ളപ്പെട്ടവന് ഉயிருണ്ടായി. യേശു നിന്നെ രക്ഷിക്കും. യേശു മാത്രമേ രക്ഷിക്കൂ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ രക്ഷ. നിനക്ക് നിത്യജീവൻ തരുമെന്ന്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്.
ഈ യോഗം കഴിഞ്ഞ് ആരെയും പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വന്നാൽ ആശീർവാദം കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേ പോകൂ. എത്ര മുതുപാതിരായാലും പ്രാർത്ഥിച്ചേ പോവുള്ളൂ. ഭാരപ്പെടുകയൊന്നും വേണ്ട. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച്